വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തലങ്ങളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് ശ്രീ ഉമ്മൻചാണ്ടി. KSUവിലൂടെ, യൂത്ത് കോൺഗ്രസ്സിലൂടെ, അതുവഴി കോൺഗ്രസ്സിലൂടെ അദ്ദേഹം കടന്നു ചെന്ന വഴികളിലെല്ലാം ജനങ്ങളുടെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കേരളം മുഴുവൻ ഓടി നടന്ന് 24 മണിക്കൂറും തികയാത്ത കർമ്മനിരതമായ ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അനുകരണീയമായ നിരവധി മാതൃകകൾ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സന്തോഷപൂർവ്വം. പ്രകൃതി സൗന്ദര്യം ഉത്സവ തുടിപ്പാർന്നു നിൽക്കുന്ന നമ്മുടെ നാട്. വിവിധ സ്വപ്നങ്ങൾ, വിവിധ ചിന്തകൾ, വിവിധ ശൈലികൾ. സംസ്കാരത്തിൻ്റെ ഈ സൂക്ഷിപ്പുകളാണ് നമ്മുടെ നിധി. നമ്മുടെ സാംസ്കാരിക സ്വപ്നത്തിൽ ഒരു നല്ല ഭരണാധികാരിയുണ്ട്. ജനങ്ങൾക്കൊപ്പമായിരിക്കുകയും ജനങ്ങൾക്കു വേണ്ടി തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഭരണാധികാരി, മഹാബലിയെപ്പോലെ. ഉമ്മൻചാണ്ടിയായ ഞാൻ ആമുഖം ആവശ്യമില്ലാത്ത നേതാവ്, ജനകീയതയും സുതാര്യതയും മുഖമുദ്രയാക്കിയ കർമ്മയോഗി, ജനങ്ങളുടെ സ്വന്തം കുഞ്ഞുഞ്ഞ്, നമ്മുടെ ഉമ്മൻചാണ്ടി. ജനകീയ പ്രശ്നങ്ങളുടെ ചൂടും പൊടിയുമേറ്റാണ് ഈ നേതാവിൻ്റെ രാഷ്ട്രീയ യാത്ര മുന്നേറിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികളിൽ നിന്നും സ്വീകരിച്ച ഊർജം, തുടർന്നു വന്ന കോൺഗ്രസ് ദേശീയ നേതാക്കളിൽ നിന്നും സ്വാംശീകരിച്ച ഭരണ നൈപുണ്യം, ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകിയത്. പുതിയ കാലത്തിനു വേണ്ടി നിരവധി നിയമങ്ങൾ നിർമ്മിക്കുന്നതിലും അദ്ദേഹം ചാലകശക്തിയായി മാറി. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം. പുതുപ്പള്ളി വള്ളക്കാലിൽ ശ്രീ ചാണ്ടിയുടെയും ശ്രീമതി ബേബി ചാണ്ടിയുടെയും മകനായി 1943 ഒക്ടോബർ മാസം 31 ഉമ്മൻചാണ്ടി കുമരകത്ത് ജനിച്ചു. വത്സ മാത്യൂസാണ് ഉമ്മൻചാണ്ടിയുടെ സഹോദരി. സഹോദരൻ അലക്സ്. 1934 മുതൽ 38 വരെ MLC ആയിരുന്ന VJ ഉമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ മുത്തച്ഛൻ. 17-ാമത്തെ വയസ്സിൽ ഒരു സാധുവായ കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് കയ്യെ കിടന്ന് മോതിരം ഊരി കൊടുത്തു. അത് ഞങ്ങളോട് അതിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ കൊടുത്തതാണ്. ഒരു ഭാവി നേതാവിൻ്റെ രൂപപ്പെടലാണ് അതെന്ന് ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും വീട്ടിലും വിദ്യാലയത്തിലും ബഹുമാനവും സ്നേഹവും നേടുന്ന സ്വഭാവഗുണം അദ്ദേഹത്തിന് അക്കാലത്ത് തന്നെ സ്വന്തമായിരുന്നു. ഉമ്മൻചാണ്ടിയെ സാധാരണ കാണുക ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ്. പുതുപ്പള്ളിയിലെ വീട്ടിലും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി എന്ന് പേരായ വീട്ടിലും എന്നും പെരുന്നാൾ തിരക്കായിരിക്കും. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനും ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈൽ തന്നെയുണ്ട്. ഒരു പരാതിക്കാരനിൽ നിന്ന് അടുത്ത പരാതിക്കാരനിലേക്കുള്ള ഓട്ടമാണ് അദ്ദേഹത്തിൻ്റെ നടപ്പുകൾ. പുതുപ്പള്ളി സെൻറ് ജോർജ് LP സ്കൂൾ, സർക്കാർ UP സ്കൂൾ, സെൻറ് ജോർജ് ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ അദ്ദേഹം മലയാള മനോരമയുടെ ബാലജന സഖ്യത്തിലും അംഗമായി. മനോരമയ്ക്കകത്ത് ബാലജന സഖ്യത്തിൻ്റെ ലീഡേഴ്സായിട്ടുള്ള കുട്ടികളുടെ പല സ്ഥലത്തെ ഫോട്ടോ ഒക്കെ വരും. ഉമ്മൻചാണ്ടി അതിലൊരു നേതാവായിട്ടുണ്ട്. മിക്കവാറും മനോരമയ്ക്കകത്ത് ഈ ബാലജന സഖ്യത്തിൻ്റെ പേജിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഒക്കെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ബാലജന സഖ്യത്തിൻ്റെ അന്ന് മുതൽ ഇങ്ങനെ ക്രമേണ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്ന് KSUവിൻ്റെ പ്രവർത്തകനായതോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള താല്പര്യവും ഒക്കെ വളരെയധികം വർദ്ധിച്ചു. ജനങ്ങളുമായി സഖ്യത്തിലാകുന്ന ഒരു നേതാവിൻ്റെ അരങ്ങേറ്റമായിരുന്നു അത്. ആ കാക്കി നിക്കറുകാരൻ പിന്നീട് കോട്ടയം CMS കോളേജിലാണ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നത്.
ഇക്കാലത്ത് അദ്ദേഹം KSU ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതായാലും ഈ രാഷ്ട്രീയ പ്രവർത്തനം മൂലം CMSൽ ബിരുദത്തിന് പഠിക്കാൻ പ്രവേശനം ലഭിച്ചില്ല. അതിനാൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. വിഷയം സാമ്പത്തിക ശാസ്ത്രം. രാഷ്ട്രീയം കലങ്ങിമറിയുന്ന കാലമായിരുന്നു അന്ന് കലാലയ കാലം. പ്രക്ഷോഭങ്ങളുടെയും വേട്ടയാടലുകളുടെയും കാലം. SB കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഉമ്മൻചാണ്ടി എറണാകുളം ലോ കോളേജിൽ ചേർന്നു. ഈ കാലഘട്ടത്തിലാണ് ശ്രീ AK ആന്റണിയുടെ പിൻഗാമിയായി 1967 അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റാകുന്നത്. അന്നത്തെ ഒരു പ്രധാന സംഭവമായിരുന്നു തേവര SH കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന മുരളിയുടെ മരണം. പോലീസ് ലാത്തിച്ചാർജിലാണ് മുരളി കൊല്ലപ്പെട്ടത്. എറണാകുളം കളക്ട്രേറ്റിൽ നടന്ന KSU പിക്കറ്റിങ്ങിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു. ഇത് സർക്കാരിന് കളങ്കമായി. KSUവിന് രക്തവോട്ടവും നൽകി. 1968 EMS മന്ത്രിസഭയുടെ കാലം. അത് ഭക്ഷ്യക്ഷാമത്തിൻ്റെയും കാലമായിരുന്നു. അപ്പോൾ മന്ത്രിയായിരുന്ന ശ്രീ MN ഗോവിന്ദൻ നായർ പറഞ്ഞു, കുട്ടികൾ ബസ്സിൽ കല്ലെറിയുകയല്ല, പാടത്ത് വിത്തെറിയുകയാണ് വേണ്ടത്. KSU തയ്യാർ, സർക്കാർ തയ്യാറാണോ എന്നായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഏതായാലും ഇത് കുറിക്കുകൊണ്ടു. നെൽവിത്തിൻ്റെ 1,00,000 പാക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ സർക്കാർ തയ്യാറായി. വീടിൻ്റെയും വിദ്യാലയത്തിൻ്റെയും പരിസരത്ത് വിദ്യാർത്ഥികൾ ഈ നെല്ല് വിതച്ചു. അങ്ങനെ പദ്ധതി വൻ വിജയമായി. സർക്കാരിനോടൊത്ത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന സാമൂഹ്യ പ്രശ്നത്തിൽ ക്രിയാത്മകമായി പ്രതികരിച്ചതിൻ്റെ വിജയമായിരുന്നു അവിടെ കൊയ്തേറ്റിയത്. 1958 ഒരണാ സമരകാലത്ത് വെള്ള ഷർട്ടും കാക്കി നിക്കറുമിട്ട് വന്ന് ഉമ്മൻചാണ്ടിയെ കോട്ടതിച്ച് കണ്ട ചിത്രമാണ് മനസ്സിലുള്ളത്. അന്ന് കൂടുണ്ടായിരുന്ന MA ജോൺ എന്നോട് പറഞ്ഞു, ഇവരെ നോക്കിക്കോ, മിടുക്കനാ, നമുക്ക് പൊക്കണം. ആ ബന്ധം KSUലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് ദൃഢമായി. കോൺഗ്രസിലൂടെ ഇണങ്ങിയും പിണങ്ങിയും കോൺഗ്രസിലൂടെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമാണ് ആ ബന്ധമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ കോൺഗ്രസ്, പനമ്പള്ളി കോന്നുവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ലുപോലെ തകർന്ന ഒരവസ്ഥയിൽ നിന്ന് കോൺഗ്രസിന് പുതിയ ജീവൻ കൊടുത്തത് KSUവും യൂത്ത് കോൺഗ്രസുമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായിരുന്ന KSU പ്രസിഡൻ്റ് കാലഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും ചലനാത്മകമായ കാലഘട്ടം. AK ആന്റണി KPCC ജനറൽ സെക്രട്ടറി ആയതിനെ തുടർന്ന് 1969 ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായി. ഇക്കാലത്താണ് 1970 ആദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കോൺഗ്രസിലെ ഭിന്നിപ്പിന് ശേഷം ആദ്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പായിരുന്നു 1970 കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ്. ഇന്ത്യ ഒട്ടുക്ക് ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ഏതു ഭാഗത്ത് എന്ന് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പ്. കോൺഗ്രസിലെ മഹാഭൂരിപക്ഷവും മറുഭാഗത്തേക്ക് പോയി. തിരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടി സംവിധാനം തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മാസ് മൂവ്മെൻറ്റ്, അതിലും മുന്നിൽ നിന്നത് വിദ്യാർത്ഥികൾ. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പ്രചരണ രംഗത്ത് വന്നത് വലിയൊരു ആവേശമായി. അന്ന് അദ്ദേഹത്തിന് പ്രായം 27. ഈ മത്സരത്തിൽ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് വന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയെ മാത്രം പുതുപ്പള്ളി തിരഞ്ഞെടുത്തു. നിയമസഭാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തും അദ്ദേഹം സജീവമായി. INTUC ജില്ലാ പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു അദ്ദേഹം. ഫാക്ട്, HMT, പ്രീമിയർ ടയേഴ്സ്, അപ്പോളോ ടയേഴ്സ്, MRF തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളിലെ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. 1977 അദ്ദേഹം ആദ്യമായി മന്ത്രിയാകുന്നത്. വകുപ്പുകൾ തൊഴിൽ, ഭവന നിർമ്മാണം. 1977 മെയ് മാസം 30 ഉമ്മൻചാണ്ടിയുടെ വിവാഹം. കരുവാറ്റ കുറ്റിത്തറ എബ്രഹാം M കുഴിത്താറ്റിലിൻ്റെയും അച്ചാമ്മ എബ്രഹാമിൻ്റെയും മകൾ മറിയാമ്മയാണ് വധു. പാമ്പാടി ദേറയിലെ ചടങ്ങ് ലളിതമായിരുന്നു.
ഭക്ഷണത്തിന് യാതൊരുവിധ നിബന്ധനകളുമില്ല. ഏത് ഭക്ഷണം കൊടുത്താലും കഴിച്ചോളും. ഇപ്പോൾ പഴമൊക്കെ വെച്ചാൽ ഏറ്റവും പഴുത്ത പഴം എടുത്ത് കഴിക്കും. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരാരും അത് കഴിക്കത്തില്ല. അതുപോലെ തന്നെ അപ്പമൊക്കെ വെച്ചാൽ തപ്പി ഏറ്റവും കരിഞ്ഞ അപ്പം ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. എന്ന് വെച്ചാൽ അത് വേറെ ആരും കഴിക്കത്തില്ല. പിന്നെ അത് വേസ്റ്റ് ആക്കരുത്. പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പയും മീനുമാണ്. രാത്രിയാണെങ്കിൽ കഞ്ഞിയും പയറും വലിയ ഇഷ്ടമാണ്. മക്കൾ മറിയ ഉമ്മൻ, അച്ചു ഉമ്മൻ, ചാണ്ടി ഉമ്മൻ, മരുമകൻ ലിജോ, പേരക്കുട്ടികൾ എഫിനോവ, ആഞ്ചല. തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന ഇക്കാലം നിരവധി ശ്രദ്ധേയമായ ഭരണപരിഷ്കാരങ്ങളുടെ നാളുകളായിരുന്നു. വിദേശത്തെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് അറിവ് നൽകുന്ന ഒഡേപെക് സ്ഥാപിച്ചതും തൊഴിലില്ലായ്മ വേതനം നൽകിയതും ഇക്കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണ തൊഴിലാളികൾക്കായി ഭവന പദ്ധതി നടപ്പാക്കിയത് ഇദ്ദേഹമായിരുന്നു. യാഥാസ്ഥിതികരെ ചൊടിപ്പിച്ച ഈ പദ്ധതി ചെങ്കൽച്ചൂളയിൽ വിജയം കണ്ടു. അതിനൊരു കാരണം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിയുടെ പൂർണ്ണ പിന്തുണയായിരുന്നു. അസംഘടിതരായ ചുമട്ടുതൊഴിലാളികൾക്ക് നിയമസംരക്ഷണം കേരളത്തിലെ മുഴുവൻ തൊഴിലാളി യൂണിയനുകളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും ഒരാഗ്രഹമായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് ശ്രീ വക്കം പുരുഷോത്തമൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. അദ്ദേഹം അങ്ങനെയൊരു നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചുവെങ്കിലും ആ ബില്ല് നിയമസഭയിൽ പാസ്സാക്കുന്നതിന് മുമ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം തൊഴിൽ വകുപ്പിൻ്റെ ചുമതല എനിക്കാണ് ലഭിച്ചത്. ചുമട്ടുതൊഴിലാളി നിയമം പാസ്സാക്കി അത് നടപ്പിലാക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് ഭരണരംഗത്തേക്ക് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സംതൃപ്തിയുണ്ട്. 1981 ഡിസംബർ മാസം 28-ന് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി. കാര്യക്ഷമതയ്ക്ക് രാഷ്ട്രീയ എതിരാളികളുടെ പോലും പ്രശംസ നേടിയ ഭരണമായിരുന്നു ഇത്. പോലീസിൻ്റെ യൂണിഫോമിൽ ഇന്ന് കാണുന്ന പരിഷ്കാരം ഈ കാലത്തിൻ്റെ ഈടുവയ്പ്പാണ്. പോലീസിൻ്റെ വേഷവും തൊപ്പിയും കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു. 1982 കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവായ അദ്ദേഹം 91 കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. ഇക്കാലത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമായിരുന്നു. വ്യക്തിജീവിതത്തിലും പാർട്ടി പ്രവർത്തനത്തിലും സാമ്പത്തിക ഞെരുക്കം അദ്ദേഹത്തിന് പരിചിതവുമായിരുന്നു. അതിനാൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാര വൈഷമ്യം പുറത്തറിയിച്ചില്ല. എന്നാൽ തൻ്റെ ആദർശത്തിന് നിരക്കാത്ത പ്രവണതയോടുള്ള എതിർപ്പ് മറച്ചുവെക്കാനുമായില്ല. അങ്ങനെ 1994 അദ്ദേഹം രാജിവെച്ചു. പിന്നീട് ശ്രീ K കരുണാകരൻ്റെയും ശ്രീ AK ആന്റണിയുടെയും നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭകളിൽ ഒന്നിലും അംഗമാവാതെ മറ്റുള്ളവർക്കായി മാറിക്കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹം കുഞ്ഞൂഞ്ഞ് തന്നെ. 1997 കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി KSU പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു. MLA-മാരും ആക്രമണത്തിനിരകളായി. തിരുവനന്തപുരത്തും സമാനമായ അതിക്രമമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഉമ്മൻചാണ്ടി നടത്തിയ നിരാഹാര സമരം ഭരണകൂട അതിക്രമത്തിനെതിരായ നിശ്ചയദാർഢ്യത്തിൻ്റെ ഗാന്ധിയൻ മാർഗമായിരുന്നു. എല്ലാവരോടും നീതിപൂർവ്വം ഇടപെടുന്ന നേതാവ്. ഈ പ്രതിച്ഛായയാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കൂട്ടിയത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല, ഘടകകക്ഷി നേതാക്കൾക്കും രാഷ്ട്രീയമുള്ളവർക്കും രാഷ്ട്രീയമില്ലാത്തവർക്കുമൊക്കെ ഉമ്മൻചാണ്ടിയെ സ്നേഹമാണ്. 1983-ലും 2001-ലും ഉമ്മൻചാണ്ടി UDF കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത തെളിയിക്കപ്പെട്ട അവസരമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത, ക്ഷമാശീലം, സഹനത, നീതിബോധം, ആദർശശുദ്ധി, കർമ്മധീരത തുടങ്ങിയ യോഗ്യതകളുടെ വിജയമായിരുന്നു അപ്പോൾ കണ്ടത്. മുന്നണി ബന്ധങ്ങൾ കാറ്റിലും കോളിലും പെട്ടുലഞ്ഞപ്പോൾ അദ്ദേഹം നയചാതുര്യത്തോടെ മുന്നണിയെ ഒറ്റക്കെട്ടായി ഉറപ്പിച്ചു നിർത്തി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ടാണ്, അല്ലെങ്കിൽ പ്രതിനിധിയായിട്ടാണ് ഉമ്മൻചാണ്ടിയെ ഞാൻ അറിയുന്നതും മനസ്സിലാക്കുന്നത്.
താൻ ഏറ്റെടുക്കുന്ന ഒരു കാര്യവും തൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിക്കാറുള്ളൊരു കാര്യം, പൊതുപ്രവർത്തകന്മാർ ജലാശയത്തിലെ മത്സ്യങ്ങളെപ്പോലെ ആയിരിക്കണമെന്നാണ്. ശ്രീ ഉമ്മൻചാണ്ടി ആ ഇനത്തിൽപ്പെട്ട, ആ തരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കാനുള്ള വാക്ചാതുരി അദ്ദേഹത്തിന് വശമില്ല. വാക്കുകളിൽ നിന്നും വാക്കുകളിലേക്ക് തീപാറുന്ന പ്രസംഗ കലാപവുമില്ല. പക്ഷേ കേൾവിക്കാരെ തൻ്റെ ചിന്തകൾക്കൊപ്പം കൂട്ടുന്ന ആത്മാർത്ഥത ആ വാക്കുകൾക്കുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി, നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഇവിടെ വരാൻ അല്പം വൈകി. എനിക്ക് വളരെ അസൗകര്യമുള്ള ഒരു ദിവസമായിരുന്നുവെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ വികാരം, അതെ, ഈ വികാരം, കോൺഗ്രസ് എന്ന വികാരം, അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചാലകശക്തി. തൻ്റെ ഇച്ഛാശക്തിയുടെ കരുത്ത് തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് പകരുകയും അവരുടെ സ്നേഹത്തിൽ നിന്നും ഊർജം സ്വീകരിക്കുകയും ചെയ്ത് മുന്നേറുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അതിനാൽ ഏകാന്തത അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു. പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ധൈര്യം പകരുന്നു. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒന്നിച്ച് ഭരിക്കാൻ ആരംഭിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. ഈ സംസ്ഥാനത്തുള്ളതായ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. എല്ലാവിധ അഭിപ്രായ ഭിന്നതകളും തീർക്കുന്നതിൽ ശ്രീ ഉമ്മൻചാണ്ടി വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കായി എന്നും യാത്രയിലായിരിക്കും ശ്രീ ഉമ്മൻചാണ്ടി MLA. വാഹനം സാധാരണ ഓട്ടോറിക്ഷയും ബസ്സും തന്നെ. യാത്രകളിൽ നിന്നും യാത്രകളിലേക്ക് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും UDF കൺവീനർ എന്ന നിലയിലും ന്യൂഡൽഹിയും പലതവണ യാത്രാ ലക്ഷ്യമായിരുന്നു. ഉമ്മൻചാണ്ടി കോൺഗ്രസ്സിന് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ ആ കഴിവുകൾക്ക് പൂർണ്ണമായ അംഗീകാരം നൽകാൻ എൻ്റെ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാർക്കോ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അധികാര രാഷ്ട്രീയത്തിന് പിറകെ പോകാതെ ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിക്ക് ജനസേവനത്തിന് കൂടുതൽ മികച്ച പദവി ലഭിക്കണമെന്നത് ജനാഭിലാഷമായിരുന്നു. അത് 2004 ഓഗസ്റ്റ് 31 നിറവേറി. മുഖ്യമന്ത്രിയാകുമ്പോൾ 34 വർഷത്തെ നിയമസഭാ സാമാജിക ജീവിതവും അതിനു മുമ്പ് 10 വർഷത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതവും അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും ലഭിച്ചത് കഷ്ടിച്ച് 5 വർഷത്തെ മന്ത്രിപദം മാത്രം. ജനസേവനത്തിൻ്റെ പ്രതിഫലം അധികാരമല്ല, അത് ജനങ്ങളുടെ സ്നേഹം തന്നെയാണെന്ന് വിശ്വസിക്കുമ്പോൾ പരാതികളില്ല. ഈ ജനസ്നേഹത്തിൻ്റെ അടയാളവാക്യം പോലെ അദ്ദേഹത്തിന് ചുറ്റും എന്നും ജനങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ആൾക്കൂട്ടത്തിൻ്റെ രഹസ്യം? കർമ്മധീരതയും ആദർശശുദ്ധിയും കാരുണ്യവും അവരുടെ നേതാവിൽ കണ്ടെത്തിയതായിരിക്കുമോ? ഉമ്മൻചാണ്ടിയായ ഞാൻ ആയിരിക്കാം. ഈ നേതാവ് തങ്ങളുടെ ഹൃദയഭാരം താങ്ങുമെന്ന വിശ്വാസം കൂടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പൂർണ്ണമായി ഭാഷയ്ക്കും ദൃശ്യത്തിനും വഴങ്ങാത്ത ഹൃദയ ഐക്യത്തിൻ്റെ സരളത കൊണ്ടായിരിക്കാം. ഇങ്ങനെയാണ് നേതാവ് അധികാരത്തിൻ്റെയും അപ്പുറത്തേക്ക് വളരുന്നത്. അങ്ങനെയാണ് ഈ നേതാവ് തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന് ജനത വിശ്വസിക്കുന്നത്. അപ്പോൾ നേതാവ് അവരുടെ സ്വന്തം കുഞ്ഞുഞ്ഞാകുന്നു.
ഞങ്ങൾ കുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ഒരു അപ്പയോട് സംസാരിക്കാനോ സമയം ചെലവിടാനോ കളിക്കാനോ ഒന്നും അവസരം കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ വളർന്നു വലുതായി എനിക്ക് ഒരു മോളുണ്ടായപ്പം അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഇപ്പം തന്നെ അവധി കിട്ടി ഞങ്ങൾ നാട്ടിൽ പോകുമ്പം അപ്പയോടൊത്ത് കളിക്കാനോ ഒന്നിനും ഒരു സമയം പങ്കിടാനോ മോൾക്ക് അവസരം കിട്ടാറില്ല. ഞാൻ സത്യത്തിൽ ടി വിയിൽ അപ്പ വരുമ്പോഴാണ് മോളെ വിളിച്ചത് ആ മോളെ അപ്പ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാറുണ്ട്. മോളോട് ഇപ്പോൾ അപ്പ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മോൾ ഓടിപ്പോയി ടി വി തൊട്ട് കാണിക്കും. അപ്പയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് തന്നെയായിരിക്കും ക്ഷമ എന്നുള്ളതാണ്. എത്ര താമസിച്ചാലും എത്ര പ്രശ്നമുണ്ടായാലും ആ ക്ഷമ അപ്പയ്ക്ക് എപ്പോഴും ഉണ്ട്. എന്ത് പ്രശ്നത്തിൻ്റെ നടുവിലും അക്ഷോഭ്യനായി നിൽക്കാൻ ഉള്ള കഴിവാണ് എനിക്ക് തോന്നുന്നു ഈശ്വര അനുഗ്രഹം പോലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇത്രയും ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിലും ഒന്നും അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസിൻ്റെ ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ ക്ഷമ തന്നെയാണ്. കേരളത്തിൻ്റെ വികസന മോഡൽ എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ നേടിയ നേട്ടമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്കതുപോലെ നേട്ടങ്ങൾ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 25 വർഷക്കാലത്തെ സ്ഥിതികൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി വെച്ച് നോക്കിയാൽ കേരളമാണ് കമ്പ്യൂട്ടർ രംഗത്ത് IT രംഗത്ത് 1ാം സ്ഥാനത്തെത്തേണ്ടത്. ഇന്ന് 1ാം സ്ഥാനത്ത് കർണാടക ആണ്. അവരുടെ കഴിഞ്ഞ വർഷത്തെ IT എക്സ്പോർട്ട് 55,000 കോടി രൂപയാണ്. കേരളത്തിന് 2,300. പറയാൻ ഈ കണക്ക് പറയാൻ പോലും നമുക്ക് നാണക്കേട് വരുന്നു. പക്ഷേ നമുക്ക് ഇനിയും യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ സൗകര്യങ്ങൾ പൂർണ്ണമായും അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളുമൊത്ത് വികസനത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഈ നേതാവിന് രാഷ്ട്രീയ പ്രവർത്തനം. അതിനാൽ ജനജീവിതത്തിൻ്റെ എല്ലാ പരിസരങ്ങളിലും അദ്ദേഹം സന്നിഹിതനാകുന്നു. ആരാധനാലയങ്ങൾ, ആഘോഷവേദികൾ, വിലാപഭവനങ്ങൾ, നാട്ടുവഴികൾ, വെട്ടുവഴികൾ, വീട്ടുവഴികൾ, വഴിയില്ലാ വഴികൾ, വിവാഹപ്പന്തലുകൾ, അങ്ങനെ തുടരുകയാണ് ഈ യാത്ര. വലിയ ലക്ഷ്യത്തിലേക്കുള്ള എളിയ ചുവട്, വലിയ സ്വപ്നത്തിലേക്കുള്ള സരള സഞ്ചാരം, ഒരു ജനതയെ പുതിയ ആകാശത്തിന് കീഴിലുള്ള പുതിയ ഭൂമിയിലേക്ക് നയിക്കുന്ന നായകൻ്റെ ധീരപഥസഞ്ചലനം. ഉദയ സംക്രമ സൂര്യനുയരാൻ സമയമായി സമയമായി, ജനമനസ്സിൻ പടനിലത്തിൽ പടഹമുയരാൻ സമയമായി. ഇനി വികസനോന്മുഖ വീതിയിൽ ഒരു പട നയിക്കൂ നായക. ഇതിലേ ഇതു ധീര വിജയരഥം. ഇനി മടങ്ങില്ല സമരകാഹളമടങ്ങില്ലിനിയും, പട നയിച്ചോളൂ കൂടെ ജനമനമാർത്തിരമ്പുന്നു. ഇനി മടങ്ങില്ല സമരകാഹളമടങ്ങില്ലിനിയും, പട നയിച്ചോളൂ കൂടെ ജനമനമാർത്തിരമ്പുന്നു. വീട്ടിൽ ഞങ്ങളുടെ ഏട്ടനായി വന്നരികിൽ നിൽക്കും വേളയിൽ, തൊട്ടറിഞ്ഞു ഞങ്ങളെന്നും നന്മ നിറയും സൗമ്യത. ബഹുദൂരമിനിയും താണ്ടുവാൻ അതിവേഗം ഈ വഴി പോകവേ, ഇനിയും വരണം വീണ്ടും എൻ്റെ മൺകുടിലിൽ. ഇതു ലളിത സുന്ദര ജീവിതത്തിൻ സ്നേഹ സന്ദേശം. ഇതു കേരളീയത കാത്തു നിൽക്കും ഹൃദയ പല്ലവികൾ. ഇതു ലളിത